സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പിന് അക്ഷരനഗരിയിൽ ആവേശോജ്വല സ്വീകരണം. കലോത്സവ വേദിയായ കൊല്ലത്തേക്കുള്ള ഘോഷയാത്രയ്ക്കാണ് കോട്ടയം ജില്ലയിൽ സ്വീകരണം നൽകിയത്. പരീക്ഷാഭവൻ ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് നൽകുന്ന സ്വർണ്ണക്കപ്പിന് അക്ഷരനഗരിയിൽ ആവേശകരമായ വരവേൽപ്പ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയായ കൊല്ലത്തേക്കുള്ള ഘോഷയാത്രയ്ക്കാണ് കോട്ടയം ജില്ലയിൽ സ്വീകരണം നൽകിയത്. കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ജില്ല സ്വീകരിച്ചു. പരീക്ഷാഭവൻ ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ, ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ KR ഗിരിജ തുടങ്ങിയവർ ഹാരമണിയിച്ചു. പരീക്ഷാഭവൻ ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനതല കലാമേള നാളെ കൊല്ലത്ത് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് 10,000-ത്തിനടുത്ത് കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ജില്ലാ കലോത്സവത്തിൽ DD സൂചിപ്പിക്കപ്പെട്ടതുപോലെ 657 കുട്ടികളാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. കോട്ടയം ജില്ലയിൽ ഇതിനുവേണ്ടി കുറെ ദിവസങ്ങളായി നമ്മുടെ അധ്യാപകരെല്ലാം അതിന്റെ ഈ മത്സരാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും, മാനേജ്മെന്റ് സ്കൂളുകളാണെങ്കിൽ മാനേജ്മെന്റ് ഉൾപ്പെടെ അത്തരം പ്രവർത്തനങ്ങളിലാണ് എല്ലാവരും. നമുക്ക് ട്രോഫി കോട്ടയം ജില്ലയിലേക്ക് എത്തട്ടെ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ആശംസിക്കാനുള്ളത്. 117.5 പവൻ വരുന്ന സ്വർണ്ണക്കപ്പ് തൊടുപുഴ ട്രഷറിയിൽ നിന്ന് രാവിലെ 9-നാണ് കോട്ടയത്ത് എത്തിച്ചത്. തുടർന്ന് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൂടെ വൈകിട്ട് ഘോഷയാത്ര കൊല്ലത്തെത്തും. ജനുവരി 4-ന് സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കമാകും. ജനുവരി 4 മുതൽ 8 വരെയാണ് കലോത്സവം. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.